വേനൽ കടുത്തതോടെ കബനിയുടെ പ്രധാന കൈവഴിയായ പനമരം പുഴയിൽ പായൽ പടരുന്ന പ്രതിഭാസം വീണ്ടും തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷമാണ് പുഴയിൽ ഇത്തരത്തിൽ പ്രത്യേക നിറത്തിലും രൂപത്തിലുമുള്ള പായൽ വ്യാപകമായി കണ്ടു തുടങ്ങിയത്. ഒഴുക്ക് നിലച്ച പുഴയിൽ സ്വർണ്ണ നിറത്തിൽ പായൽ പരന്നതോടെ കുടിവെള്ള പദ്ധതികളെല്ലാം ഭീഷണിയിലാണ്. മാനന്തവാടി മേരിമാത കോളേജിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഇത് ആൽഗകളുടെ അമിത വളർച്ചയാണ് എന്നാണ് കണ്ടെത്തിയത്. വേനൽ കനത്തതോടെ വയനാട്ടിലെ പനമരം വലിയ പുഴയുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ച മട്ടാണ്. ഇതോടെയാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ യൂഗ്ലൈനോഡ് വിഭാഗത്തിൽപ്പെട്ട ആൽഗകൾ പടർന്നു പിടിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ വെള്ളത്തിന് മുകളിൽ എണ്ണ കലർന്നത് പോലെയാണ് പായൽ കണ്ടു തുടങ്ങിയത്. എന്നാൽ കടുത്ത വെയിലും ചൂടും ഏൽക്കുന്നതോടെ ഇവ നിറം മാറി സ്വർണ്ണ നിറത്തിലോ തവിട്ട് നിറത്തിലോ പുഴയ്ക്ക് മുകളിൽ പാട പോലെ അടിഞ്ഞുകൂടുന്നു. മാനന്തവാടി മേരിമാത കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും ഫൈ എക്കോസിസ് ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ പഠനത്തിൽ യൂഗ്ലൈന വിഭാഗത്തിൽപ്പെട്ട ആൽഗകളുടെ അമിത വളർച്ച അഥവാ ആൽഗൽ ബ്ലൂം ആണ് ഇതെന്ന് വ്യക്തമായി. കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള വളങ്ങളുടെ ഒഴുക്കും പുഴയിലേക്ക് എത്തുന്ന മാലിന്യങ്ങളുമാണ് ആൽഗകൾ ഇത്ര വേഗത്തിൽ പെരുകാൻ കാരണമാകുന്നത്. ഇതൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അമോണിയയുടെ അളവ് അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്രിഫിക്കേഷൻ പിന്നെയും കൂടും. അപ്പോൾ ജലത്തിൽ ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. ചെറുജീവികളൊക്കെ ഇത് കാരണം കൊണ്ട് തന്നെ ചത്തുപോകാൻ സാധ്യത വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ജലം കൂടുതൽ മലിനമാകാനാണ് സാധ്യത. പായൽ നിറഞ്ഞതോടെ പുഴയിലെ മത്സ്യസമ്പത്ത് വലിയ തോതിൽ കുറഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രികാലങ്ങളിൽ ഈ ആൽഗകൾ വെള്ളത്തിലെ ഓക്സിജൻ വലിയ തോതിൽ വലിച്ചെടുക്കുന്നത് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമാകുന്നുണ്ട്. ഇവ നശിക്കുന്നതോടെ വെള്ളത്തിൽ ദുർഗന്ധം വരാനും അമോണിയ പോലുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യതയുണ്ടെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ക്ലോറിനേഷൻ നടത്തിയാൽ പോലും ദോഷകരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാമെന്നതിനാൽ ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പനമരം പുഴയെ ആശ്രയിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികൾ ഉള്ളതിനാൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പുഴയെ പായൽ മുക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇപ്പോഴും ആൾക്കാർ ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാലും ഇതിനോട് കൃത്യമായിട്ട് പഠിച്ചിട്ട് സർക്കാർ ഇതിന്റെ വിദഗ്ധന്മാരെ പഠിച്ചിട്ട് ഇത് ഈ പുഴയെ രക്ഷിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. വേനൽ മഴ ലഭിച്ച് പുഴയിൽ ഒഴുക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ കടുത്ത ജാഗ്രത തുടരേണ്ടി വരും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.